നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ കണ്ടിരുന്നെങ്കിലുള്ള അവസ്ഥയെ പറ്റി ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുക. ഞാനിനി അങ്ങോട്ടേക്കില്ല. ഈ സാഹചര്യത്തില് പാറു വേറെ എങ്ങോട്ട് പോവാനാ? ഈ സിറ്റിയില് വേറെ പരിചയക്കാരൊന്നും ഇല്ലല്ലോ. പാറു ഒന്നും കൊണ്ട് പേടിക്കണ്ട. അമ്മേ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ എങ്ങോട്ടും പോണ്ട. ഞങ്ങളുടെ വീട്ടിലെ സേഫ് ആയിരിക്കും. എടി കാന്താരി, നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ, എത്രയോ പെൺകുട്ടികളെ സഹായിച്ച ആളാ പാറു. ഇവളൊരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുമ്പോ ഒരു പെൺകുട്ടിയായിട്ടും ഞാൻ സഹായിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവും ബ്രോ? വേണ്ട, അതൊന്നും ശരിയാവില്ല. പാറു, അമ്മയേക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഇവളെയായിരുന്നു. ഇവള് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ആരെയാ പേടിക്കാനുള്ളത്? 3 ദിവസമല്ല, 3 വർഷം വേണമെങ്കിലും താമസിച്ചു. അത്രയ്ക്കൊന്നും വേണ്ട. 3 ദിവസം, അത് കഴിഞ്ഞാൽ മാറിപ്പോവും. കൈലാഷിനെ അങ്കിൾ അടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൈലാഷും അവന്റെ അച്ഛനും എന്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈലാഷിന് അതിനെപ്പറ്റി എന്നോട് പറയണമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം അവനെ അടിച്ചത്. അത് അവനെ നിയന്ത്രിക്കാനൊന്നുമല്ല, എന്നെ നിയന്ത്രിക്കാനാ. അവരെന്താ ഒളിക്കുന്നതെന്ന് നിനക്കറിയാതിരിക്കില്ലല്ലോ. എന്താ അതെന്ന് എനിക്കും അറിയണം. അയ്യോ ആന്റി, ഞാനെങ്ങനെ? മുക്ത, നിന്നെ വെറും ഒരു കമ്പനി സ്റ്റാഫായിട്ടല്ല ഞാൻ കാണുന്നതെന്ന് നിനക്കറിയാലോ. ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമായ നിന്നെ ഞാൻ കാണുന്നത്. ഞാൻ നിന്നിൽ വെച്ച വിശ്വാസം ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ നീ എന്നിൽ നിന്നും മറക്കരുത്. പാർവതിക്ക് വേണ്ടി കൈലാഷ് ഇത്രയും വാദിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അവനെന്താ? കൈലാഷിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അത് മറ്റാരുമല്ല, പാർവതിയ. നീ എന്തൊക്കെയാ പറയുന്നേ? കൈലാഷ് അവളെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചായിരിക്കും. അല്ല ആന്റി, അന്ന് ഗ്രാമത്തില് വെച്ച് അവളെ കണ്ടപ്പോ മുതല് കൈലാഷ് പാർവതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൾക്ക് വേണ്ടിയാണ് കൈലാഷ് കമ്പനിയിൽ വരാൻ തുടങ്ങിയത്. പക്ഷേ പാർവതി വേറെ ഏതോ ഒരുത്തിനെ പ്രേമിച്ച് അവന്റെ പുറകെ നടക്കുക. എന്നിട്ടും കൈലാഷിന് പാർവതിയെ തന്നെ പ്രേമിക്കണം. അവനെന്താ ഭ്രാന്താണോ? ഏതോ ഒരു പട്ടിക്കാട്ടിൽ ഇങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി വന്നവളവള്. പാർവതിക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പോലുള്ള യോഗ്യത ഇല്ലാത്തവളാ. അവളെ ഈ വീടിന്റെ മരുമകളാക്കാനാണോ കൈലാഷ് ഉദ്ദേശിക്കുന്നത്? ഇനിയും കൈകെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ തന്നെ കമ്പനിയിലേക്ക് പോയി അവളെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. എന്റെ മോനെ പ്രേമിക്കാൻ ധൈര്യം കാണിച്ചതിന് അവളെ ഞാൻ സിറ്റിന്ന് തന്നെ പുറത്താക്കും. ആന്റി, ആന്റി, ആന്റി വേണ്ട. എന്നെ വിട് മുക്ത. ആന്റി, എന്നെ വിട്. ആന്റി, എനിക്ക് പറയാനുള്ളത് കേക്ക് ആന്റി. അത് കഴിഞ്ഞു പോകണമെങ്കിൽ പോയിക്കോ. ശരി, വേഗം പറ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് സമാധാനിക്കാനുള്ള ഒരു കാര്യമുണ്ട്. പാർവതിക്ക് കൈലാഷ് അവളെ സ്നേഹിക്കുന്ന കാര്യം അറിയില്ല. ആന്റി ഇപ്പൊ എടുത്തു ചാടി അവളുടെ അടുത്ത് പോയി ബഹളം വെച്ച കൈലാഷിന്റെ സ്നേഹം പാർവതി അറിയും. ബുദ്ധിയുള്ള ഏതെങ്കിലും പെൺകുട്ടി കൈലാഷിനെ വിടുവോ? പാർവതി കൈലാഷിന് ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞ ആന്റി എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ പിരിക്കാൻ ആന്റിക്ക് കഴിയില്ല. കൈലാഷിന്റെ വാശിയെ പറ്റി ആന്റിക്ക് നന്നായിട്ട് അറിയാലോ. പാർവതി ഈ വീടിന്റെ മരുമകളാകും. അദ്ദേഹത്തിന് കൈലാഷിന് പാർവതിയെ ഇഷ്ടമാന്നുള്ള കാര്യം അറിയോ? മിഴിച്ചു നിൽക്കാതെ പറ.
അറിയാം. നിങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്നാ കൈലാഷ് അങ്കിളിനോട് എല്ലാം പറഞ്ഞത്.